ലഹരിയും കൊണ്ടാ വന്ന ഇവിടെ. ഈ അമ്മ നിന്നെ കൊണ്ടുപോകാത്ത സ്ഥലമൊന്നുമില്ല. കുഞ്ഞെ, നീ ലഹരി വേണ്ട. നീ കരയുന്നത് സത്യമാണെങ്കിൽ ലഹരിയെ തുടരുത്. നിന്റെ 16-ാമത്തെ വയസ്സിൽ നിന്റെ കൂടെ ഇത് കയറിക്കൂടിയതാ. ഇവൻ രക്ഷപ്പെടും. ബോംബെ നിന്ന് വരുക. ഇന്ന് രാവിലെ ഇവൻ രക്ഷപ്പെടും. എന്നോട് ദൈവം പറയുക, ഇവൻ അടിമുടി മാറാൻ പോവാ. ഇവന്റെ ജീവിതമൊക്കെ തിരിച്ചു വരുമെന്ന് രാവിലത്തെ ആരാധനയിൽ. മക്കളെ, ദൈവം നിന്നെ തിരിച്ചുകൊണ്ട് ബജുവറെ അവനെ പിടിച്ചോണം. ഇന്ന് രാവിലെ വലിയ ദൈവമഹത്വം ഇവന്റെ മേൽ ഉണ്ടാകുക. ഇവന്റെ ഈ പ്രായം വരെ ഇവനെ പിശാച് കൊണ്ട നടക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ നിന്റെ ആയുസ് തിരിച്ചു വരാൻ പോകുക. നിന്റെ ബോംബെയിലെ വീട്ടിലേക്ക് ഒരു ദൈവത്തിന്റെ പവർ ഇറങ്ങി വരിക. നിന്റെ അമ്മ ഒഴുക്കിയ കണ്ണുനീര് ദൈവത്തിന്റെ പക്കലുണ്ട്. കണ്ണുനീര് ദൈവം കാണുന്നുണ്ട്. അടകന ശംബരാധന. മോനെ, എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ അമ്മേ? എത്ര വയസ്സ്? കെട്ടിക്കാണണോ അമ്മേ? വേണ്ട. എന്റെ കുഞ്ഞു പ്രായത്തിൽ അവന്റെ മനസ്സ് പിശാച് കവർന്നുകൊണ്ടുപോയി. ഉറങ്ങുകയല്ല രാത്രിയിൽ. ഉറങ്ങൂടാ? ഇല്ല, ഉറക്കില്ല. വയസ്സ് 37 വയസ്സ്. നിന്നോട് ഞാൻ പറയുക, നീ കളിക്കുന്ന ഗുളിക ഇന്ന് നിൽക്കാൻ പോവാ. യേശു നിനക്ക് സൗഖ്യം തരാൻ പോവാ. ഈ അമ്മ നിന്നെ കൊണ്ടുപോകാത്ത സ്ഥലമൊന്നുമില്ല. ഇന്ന് രാവിലെ ബോംബെ നീ അമ്മ ഇവിടെ ആരാധനയ്ക്ക് വന്നത് നീ സൗഖ്യമാകുമെന്ന പ്രതീക്ഷയില. കർത്താവ് എന്നോട് പറയുക, ഈ അമ്മയുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. നീ ഇന്ന് രാവിലെ സൗഖ്യമാകാൻ പോവാ. ഈ 37 വയസ്സുകാരനു ഈ അമ്മ കരയുന്ന കരച്ചിൽ കണ്ടോ? ഇവന്റെ ഭാവി പിശാച് കെട്ടിയിട്ടേക്ക് വരുന്നു. ഇന്ന് രാവിലെ എന്റെ ദൈവം അത് തുറക്കാൻ പോവാ. അടച്ചു വെച്ച വഴികൾ ഇന്ന് രാവിലെ മഹാരാഷ്ട്രയിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടെ. നോക്ക, എത്ര പിള്ളേരാ. ഇവനും അവളെ കെട്ടിച്ചു. ഇവിടെ കാര്യത്തിൽ ഒരു സങ്കടം ഉണ്ട്. ഇവനെ എല്ലാരും പറഞ്ഞു ബുദ്ധിയില്ല, അല്ലയോ? എന്നോട് ദൈവം പറയുക, ഇന്ന് രാവിലെ ഇവന്റെ ഡിപ്രഷൻ പൊട്ടും. ഇവന്റെ മേലൊരു പൈശാചിക ആധിപത്യമുണ്ട്. ഈ 37 വയസ്സുവരെ ആറ്റുനോറ്റ് ഇവിടം വരെ കൊണ്ടുവന്ന ഈ മകനെ എന്റെ ദൈവം ഇന്ന് രാവിലെ വിടുവിച്ചു വിടാൻ പോവാ. ഒന്ന് കൈയടിച്ച യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ആ കരമൊന്നടിച്ച് ശബ്ദമൊന്നുയർത്തി യേശുവിന്റെ നാമത്തെ ഒന്ന് വിളിച്ച്. ആയുസിൽ ആദ്യമായിട്ട് ഈ ആരാധനയ്ക്ക് വന്ന അമ്മയും മകനുമാ നമ്മുടെ പ്രതിസന്ധികളൊക്കെ അറിയുന്ന അമ്മയുടെ ഭർത്താവ്. എന്ത് ചെയ്യും? പുള്ളിക്ക് ഇഷ്ടമില്ല. പുള്ളിക്ക് ആരാധന ഇഷ്ടമില്ല, പ്രാർത്ഥന ഇഷ്ടമില്ല, യേശുവിനെ ഇഷ്ടമില്ല. ഇവൻ ഇങ്ങനെ ആയോണ്ട് അപ്പൻ ഒത്തിരി ചോദ്യങ്ങളാണ് നടക്കുന്നത്. എന്നോട് ദൈവം എന്നാ പറയുന്നതെന്നറിയാവോ? ഇന്ന് രാവിലെ 2 കാര്യം നടക്കും. ഒന്ന്, ഇവന് വിടുതലുണ്ടാകും. 2, ഇവന്റെ അനന്തരവനും വിടുതലുണ്ടാകും. കാനഡയിലുള്ള ആ കൊച്ചു കുഞ്ഞിനും ഇപ്പോ ഒരു ദൈവത്തിന്റെ വിടുതലുണ്ടാകാൻ പോവാ. ഒന്ന് വിളിച്ച് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച് അടമൽക്കമാനി അന്ധരേ. ലഹരിയും കൊണ്ടാ വന്ന ഇവിടെ. ഒന്ന് കൈയടിച്ചൊരു സ്തോത്രം ചെയ്തോ. ഇനി ഉപയോഗിക്കരുത്. ഇന്ന് നിർത്തണം. ഇവിടെ വെച്ച് നിർത്തൂലേ? പറ്റുന്നില്ല. ഇനി ഉപയോഗിക്കണ്ട, ഉപയോഗിക്കരുത്. അമ്മേ,
ഇന്ന് നിൽക്കൂത, ഇവനും തൊടുകയല്ല. നിങ്ങൾ കേട്ടോ അമ്മ പറഞ്ഞേ, അവന്റെ പുറത്തെ പോക്കറ്റിൽ ഈ സാധനം ഉണ്ടെന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ അവനെ കാണാവുന്നൊരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. അവനെ അറിയാവുന്നൊരു ദൈവം ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ അവനെ വിടുവിക്കാൻ ദൈവത്തിന്റെ കരം ഇവിടെ ചലിക്കുക. ഒന്ന് വിളിച്ച ആദരവൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് സ്തോത്രം ചെയ്തോ. എന്നോട് ദൈവം പറയുക, ഒരു പൂർണ്ണ സൗഖ്യവും ഒരു ദൈവത്തിന്റെ അത്ഭുതവും. ഈ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ നീ ഒത്തിരി നാൾ നോക്കി, പക്ഷെ പറ്റുന്നില്ല. ഇന്ന് ദൈവം നിന്നെ സഹായിച്ചാലോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ യേശു നിന്നെ സഹായിക്കും. അതിന് പ്രാർത്ഥിക്കാൻ ഞങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ ഇത്രയും പേരും കൂടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് പോവാം. അമ്മയുടെ കൊച്ചുമോനില്ലേ, കൊച്ചുമോൻ, അതിന്റെ പേരെന്തുവാ? ജെയ്ഡൻ, കാനഡയില്. എത്ര വയസ്സുണ്ടോ കൊച്ചിന്? 4 വയസ്സ്. ഇവനെ പോലെ ആ കൊച്ച് അല്ലയോ? അമ്മയ്ക്കത് ഭയങ്കര സങ്കടമാ. അമ്മയ്ക്ക് മാത്രമല്ല, അമ്മയുടെ മോക്കും സങ്കടാ. നിങ്ങൾ കേട്ടോ? അമ്മയുടെ മോള് പറഞ്ഞു വിട്ടതാ, ബോംബെന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോ കുഞ്ഞിന്റെ പേര് പറയണമെന്ന്. അവര് പറയുന്നതിന് മുമ്പ് ദൈവം അങ്ങോട്ട് പറയുക, ഒന്ന് കൈയടിച്ചു വിളിച്ച് യേശുവേ ഉറക്കി ഒന്ന് വിളിച്ച്. കുഞ്ഞെ, നീ ലഹരി വേണ്ട. നീ കരയുന്നത് സത്യമാണെങ്കിൽ ലഹരിയെ തുടരുത്. ഞാനിപ്പം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിന്നോട് പ്രവചനം പറയുക, നീ കല്യാണം കഴിക്കത്തില്ലെന്നാ നിന്റെ അപ്പം വിചാരിച്ചേക്കുന്നേ. നീ കല്യാണം കഴിക്കത്തില്ലെന്നാ നിന്റെ ബന്ധുക്കൾ വിചാരിച്ചേക്കുന്നേ. നീ ഇതുപോലെ ഭ്രാന്തനായി പോകുമെന്ന എല്ലാരും വിചാരിച്ചേക്കുന്നേ. കർത്താവ് നിന്റെ പ്രശ്നം ഇപ്പൊ മാറ്റാൻ പോവാ. ഇവിടെ വെച്ച് നിന്റെ മനസ്സിനകത്തുള്ള കെട്ട് എന്റെ ദൈവം അഴിച്ചു കളയാൻ പോവാ. എന്നിട്ട് നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തിരിച്ചു ബോംബെലോട്ട് എന്റെ ദൈവം വിടാൻ പോവാ. ഒന്ന് കൈയടിച്ച് അതരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ അതൊന്ന് വിളിക്കാമെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് വിളിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന എല്ലാരും കൂടെ ഒന്ന് ഉയർത്തിയേ. ഈ വീടൊന്ന് രക്ഷപ്പെടട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച ദൈവം ഈ വീടിനെ രക്ഷപ്പെടുത്തുമെന്ന്. വയലന്റ് ആവുന്നൊരു സ്വഭാവമുണ്ട്. ഇതാ ഞാൻ കാണുന്നത്. അമ്മ എത്ര വർഷമായിട്ട് അത് സഹിക്കുന്നേ? ഒത്തിരി വർഷമായി. അമ്മേ, ഇവനെ കൊണ്ട് മാത്രമല്ല, ഇവന്റെ അപ്പനെ കൊണ്ടും ഒത്തിരി സഹിച്ച നീ ശരിക്കും ചാവാത്തെ അമ്മ ഈ കുടുകുട കരയുന്ന കാണുമ്പോ എന്നോട് ദൈവം പറയുക, നീ ശരിക്കും ചാകാത്തെ നിന്റെ മോനെ ദൈവം ഒരു ദിവസം വിടുവിക്കുമെന്ന പ്രതീക്ഷയല്ല, ഒരു ദിവസം നിന്റെ മോന്റെ കെട്ടഴിയും എന്ന പ്രതീക്ഷയല്ല. നീ കയറിയിറങ്ങാവുന്ന ഹോസ്പിറ്റലൊക്കെ കറങ്ങിയിറങ്ങിയോളാ, നീ കൊണ്ടുപോകാവുന്ന പ്രാർത്ഥനയിലൊക്കെ കൊണ്ടുപോയതാ. പക്ഷെ ഇന്ന് രാവിലെ യേശു പറയുക, നിന്റെ കൊച്ചു വിടുവിക്കപ്പെടാൻ പോവാ. നിന്റെ മകനെന്റെ കെട്ട് എന്റെ ദൈവം അടിച്ചു കളയാൻ പോവാ. ഒന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാമെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് വിളിച്ചേ. അമ്മേ, അപ്പനെ കൊണ്ട് ഒത്തിരി അനുഭവിച്ചു. നിങ്ങൾ കണ്ടോ? തൊട്ടു പുറകിൽ മോന്റെ പ്രശ്നമായി. അവൻ എത്തിയില്ലെങ്കിൽ 37 വയസ്സ്. ജെയ്ഡൻ, എന്താ എന്റെ പേര് കുഞ്ഞിന്റെ? ജെയ്ഡൻ, കാനഡയില്. ഇന്ന് ജെയ്ഡന്റെ മേലൊരു വിടുതലുണ്ടാവണം. ഈ പാരമ്പര്യ ശാപം ഈ വീട്ടിൽ വേണ്ട. പാരമ്പര്യ കെട്ട് ഈ വീടിനകത്ത് വേണ്ട. എല്ലാരും ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ പിടിച്ചോണം. യേശുവേ എന്നൊന്ന് വിളിച്ച് യേശുവിന്റെ നാമത്തിൽ ഇവന്റെ മേൽ വ്യാപരിക്കുന്ന. എന്നോട് ദൈവം പറയുന്നത്, നിന്റെ 16-ാമത്തെ വയസ്സിൽ നിന്റെ കൂടെ ഇത് കയറിക്കൂടിയതാ. നിനക്കൊരു ഷിവറിങ് വരും, ലഹരി ഉപയോഗിച്ചില്ലേലും വരും. ഇന്ന് രാവിലെ എന്റെ ദൈവം ആ കെട്ട് പൊട്ടിച്ചു കളയും. നീ മരുന്ന് കഴിച്ചില്ലേ വൈലന്റ് ആകും. ഇന്ന് രാവിലെ നിന്റെ തലച്ചോറിന്ന് ദൈവം എടുത്തു കളയാൻ പോവാ.
എന്നോട് ദൈവം പറയാ, ബോംബെ ബാന്ദ്ര എന്ന സ്ഥലത്തുനിന്ന് നിനക്കൊരു വിവാഹം വരും. ആ വിവാഹം ഉറപ്പിക്കും. ആ നിലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. നിന്റെ അമ്മ അത് കണ്ണുകൊണ്ട് കാണും. നിന്റെ അനന്തരവൻ ജോർദാൻ ഇവിടെ ആരാധനയ്ക്ക് വരും. ആ കുഞ്ഞിന് നിന്റെ പോലത്തെ പ്രശ്നമില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ആ പ്രശ്നത്തെ അടിച്ചുവിടുക. ഒന്ന് കൈയടിച്ച് യേശുവേന്നൊന്ന് വിളിച്ച് അതരമൊന്ന് തുറന്ന് എല്ലാരും ദൈവത്തിന് സ്തോത്രം ചെയ്ത് അങ്ങേ ഞാൻ ആരാധിക്കും.
അഭിഷേകം എന്റെ സമ്പത്തായി